പതുക്കെ പതുക്കെ. ആ കാലത്ത് ഞങ്ങൾ ശ്രീഭുവിനെ സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അടുത്ത പ്രാവശ്യം വരുമ്പോ ശ്രീഭു കൊറേ സംസാരിക്കില്ലേ യൂട്യൂബ് ചാനലില്? അല്ലേ ശ്രീഭു? ബൈ ബൈ. അല്ല ഇതൊക്കെ ബൈ ബൈ. ആലപ്പുഴ ഒന്ന് തൃശ്ശൂർ. എനിക്കാണെങ്കിൽ ഈ വ്യൂ കണ്ട് 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 ഭയങ്കര ഇഷ്ടമായിട്ടോ. എന്ത് രസമാണ് നോക്ക് കാണാൻ, മരങ്ങളും തെങ്ങും ഇതൊക്കെ ആയിട്ട്. നല്ല സ്ഥലമാട്ടോ ഇവിടെ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞങ്ങളിങ്ങനെ ഓരോന്ന് സംസാരിച്ച് നടക്കായിരുന്നു. ചന്ദന കാര്യമായിട്ട് ഗൗരിനെ എന്തൊക്കെയോ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട്. പിന്നെ ഞാനായി ഉപദേശം. ഇവിടെ വീട്ടിലെ കിണർ പണ്ടത്തെ സ്റ്റൈലാണ് കേട്ടോ. വീടിനോട് ചേർന്ന് തന്നെയുള്ള കിണറുണ്ടല്ലോ, അങ്ങനെയാണ് ഇവിടെ ഉള്ളത്. അതും നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഇന്ന് ഗൗരിയുടെ വക സ്പെഷ്യൽ മീൻ കറിയൊക്കെ ഉണ്ട്. സോ അതിലേക്ക് കടന്നു. മുളക് കറി ഇല്ല, സാധാ കോട്ടയം ആലപ്പുഴ കറി. ഓ അത് ഞാൻ വെച്ച് തരാടി. ഇവർക്ക് കൊറേ ടൈപ്പ് കറി വെക്കാൻ അറിയാം, ഇതൊന്നും എനിക്ക് വെക്കാൻ അറിയാത്തരണം ഞാൻ മിണ്ടാതെ നിൽക്കുക. ഇവിടെ അങ്ങടും ഇങ്ങടും വാക്ക് തർക്കായി തുടങ്ങി. ഇങ്ങനെയാണ് അങ്ങനെയാണ്. എനിക്ക് സത്യം പറഞ്ഞ വലുതായിട്ട് മീൻ കറി വെക്കാൻ അറിയില്ല. പിന്നെ അറിയുന്ന ഒരു കറി എന്ന് വെച്ചാൽ മുളക് വെക്കുന്നത് അറിയാതെ ഞാൻ ഇടയ്ക്ക് പരീക്ഷിച്ചിട്ടുണ്ട്. എനിക്ക് വേണം കുറവന്നാലുണ്ട്. കരിക്ക് വേണ്ടേ കുടിക്കാൻ അങ്ങോട്ട്? തേങ്ങ ഇതാണ് ഗൗരിയുടെ തേങ്ങ ചിരകൽ. വാവ്, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചിരകൽ. ആ ഓർമ്മ. ആ ഗൗരിയുടെ മുഖത്തെ ഗ്ലോ കണ്ടു. എന്ത് ചെയ്യുമ്പോഴും ചിരിച്ചുകൊണ്ട്. അതെ, ആ തേങ്ങ തിരുമണേണ്ട യാതൊരു എഫേർട്ടും ഗൗരിയുടെ മുഖത്ത് കാണില്ല. നമ്മള് തേങ്ങ ചെറിയ ജാറിലേക്ക് ഇടുക. തേങ്ങ അരച്ച് ചെയ്യുമ്പോൾ ചെറിയുള്ളി ഒരെണ്ണം അരയ്ക്കാൻ വേണ്ടി ജാറിലിടുവേ. പക്ഷെ ഇന്ന് ഇവിടെ ചെറിയുള്ളി ഇല്ല. അതുകൊണ്ട് മഞ്ഞള്, മുളക് പൊടി, ഉപ്പ് ഇട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് നമ്മൾ അരയ്ക്കും. എന്തൊക്കെയാണ്? മഞ്ഞൾ, ഉപ്പ്, മുളക് പൊടി, വെള്ളം ഒഴിച്ചു. ഇനി നമുക്ക് പാകത്തിന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഓക്കെ. ഇങ്ങനത്തെ മിക്സ് നിങ്ങളുടെ വീട്ടിലുണ്ടോ ഗായ്സ്? എത്രയാണ് മീൻ? ഞങ്ങൾ ഈ മീന് മുളകിട്ട് വെക്കുന്നുണ്ട്, മുളക് വറ്റിച്ച് കോട്ടയം സൈഡിൽ മുളക് വറ്റിച്ച് വെക്കുന്നുണ്ട്, പിന്നെ തേങ്ങ അരച്ച് വെക്കുന്നുണ്ട്, പിന്നെ മീൻ വറുക്കുന്നുണ്ട്. അതിനുള്ള മീനാണ് ഇഷ്ടം. ഇതിലേക്ക് നമ്മൾ തേങ്ങ അരയ്ക്കാനുള്ള മീൻ ഇടുകയാണ്. ഗോപുവിനും അമ്മയ്ക്കും ബിൻചാട്ടിനും മതി. എനിക്ക് മുളക് ഇട്ടാണ് ഇഷ്ടം. ബിക്കോസ് വി ആർ ചെങ്ങന്നൂർ ആൻഡ് കോട്ടയംകാർ. ഇത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. ഇത് എന്റേതായിട്ടുള്ള കറി കേട്ടോ. എന്റെ ഊളക്കറി എന്ന് ഞാൻ പറയാം. ഊളക്കറി അങ്ങനെ ഒരിക്കലും കുറച്ച് പറയരുത്. ഞാൻ സിമ്പിൾ ആയിട്ടുണ്ടാകും. ഇതിട്ട് നമ്മൾ അരച്ച ഇത് ഒഴിക്കുകയാണ്. ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ച് കലക്കി. ഇതൊക്കെ ഫാസ്റ്റിലിടുവേ.
വെള്ളം ഒഴിക്കാൻ ആവശ്യം. പുളി ഒഴിക്കണം. പുളി ഏതാ? കുടംപുളിയാണ്. കുടംപുളി അല്ലേ? അല്ലെങ്കിൽ മാങ്ങ വെച്ച്. അതിന് മാങ്ങ ഇട്ട് വെക്കാൻ നല്ല കുടംപുളിയും കൂടെ ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാ. എന്നിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് താളിച്ചോ. ഇനി നമുക്ക് ഹരിക്ക് വേണ്ടി മുളക് ഇട്ടത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഹരിക്ക് വേണ്ടി മാത്രമല്ല, മുളക് ഇടാൻ വേണ്ടി കൊച്ചുള്ളിയാണ്. നിങ്ങൾക്ക് ചെറിയ ഉള്ളിയില്ലേ? ചെറിയ ഉള്ളിയാണ് വേണ്ടത്. പക്ഷേ ഇവിടെ ചെറിയ ഉള്ളി അതുകൊണ്ട് കുറച്ച് സവോള എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ചതയ്ക്കുന്നുണ്ട്. നമ്മൾ ബാക്കി ഇഞ്ചി വെളുത്തുള്ളില്ലേ അതിലേക്ക് അത് ഈ ചതയ്ക്കോ? അത് ചതയ്ക്കും. ഇനി ചട്ടി ചൂടാവട്ടെ കേട്ടോ. ചൂടായി പോയി. ചന്ദനയുടെ ടീഷർട്ടിൽ ഇരിക്കുന്നുണ്ടോ? യു ആർ ബെറ്റർ ദാൻ യു തിങ്ക് യു ആർ. യെസ്, നിങ്ങൾ എല്ലാവരും അടിപൊളിയാണ് അല്ലേ ചന്ദന? നമ്മൾ അടിപൊളിയാണ്. കുടംപുളിയും ഉപ്പും കൂടി ഇട്ട് വെള്ളത്തിലിട്ട് തിളപ്പിക്കും. എന്നിട്ട് ഫ്രഷ് കറിവേപ്പില ഇപ്പം ഞാൻ ലീലാമ്മ പറിച്ചോണ്ട് വന്നതാണ്. ടിഷ്യൂ അതുപോലെ ടിഷ്യൂ ഇങ്ങോട്ട് ടിഷ്യൂ ഇളക്കി ഒന്നും കൂടെ പെട്ടെന്ന്. ഈ ഹരിക്കുട്ടിക്ക് എല്ലാം അറിയാവുന്നൊരു ഭാവമാണ്, പക്ഷെ ഒരു ഹിന്ദി അറിയില്ലെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഗായ്സ്, ഞാൻ പിന്നെ ആദ്യമേ പറഞ്ഞില്ല. അങ്ങനെയല്ല, ഞാൻ അങ്ങനെ വെക്കാറ് കണ്ടി ശ്രദ്ധിക്കാറുണ്ട്. ഓ മൈ ഗാഡ്, ഇനി അവൾ എന്റെ കണ്ടി ശ്രദ്ധിച്ചു. ഞാൻ ഒരു തവണ വെച്ച കറി എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങ് മാറ്റിയാ എനിക്ക് ധൃതിയാണ് ഗായ്സ്. ഗൗരിക്ക് പണ്ടേ ക്ഷമ എന്ന് പറഞ്ഞ സാധനം അടുത്തേക്കൂടെ പോയിട്ടില്ല. ക്ഷമ നെഗിനെ എന്റെ കറിയായിരിക്കും ഇത്. ഗൗരീസ് കറി. പറഞ്ഞില്ലേ ഞങ്ങൾ ഗൗരിക്ക് ക്ഷമിക്കാന്ന്. ഉപ്പിടണേ. ഇത് സ്പെഷ്യൽ മല്ലിപ്പൊടിയാണ് ഞാൻ വീട്ടിലുണ്ടാക്കണം. മസാല മല്ലി. ഇതിലായിട്ട് മല്ലി നമ്മൾ വാങ്ങി കഴുകി ഉണക്കിയിട്ട് എന്താണ് നമ്മുടെ സ്പൈസസ് ഇല്ലേ, ഏലക്ക, ഗ്രാമ്പൂ, പിന്നെ നമ്മുടെ വറ്റൽമുളക്, കറിവേപ്പില, കറുവപ്പട്ട, ബേ ലീഫ് എല്ലാം കൂടി ഇട്ട് പെരിഞ്ചീരകം, ജീരകം, കുരുമുളക് എല്ലാം കൂടി ഇട്ട് റോസ്റ്റ് ചെയ്തിട്ട് ഒരുമിച്ചിട്ട് വറുത്തെടുക്കുന്നതാണ് ഇത്. ഇത് ഞാൻ ഇച്ചിരി മീൻ വറക്കണേലിടും. ചിക്കൻ മല്ലിയാണ്, മസാല മല്ലി. അത് ഈ കുരുമുളക് എടുക്കാം. ഓ ഡിസൈൻ ഇതുകൊണ്ട് ഇനി എല്ലാം ഇച്ചിരി നമ്മളിങ്ങനെ പെരട്ടുക. ഇച്ചിരി വെള്ളം കൂടെ തളിച്ച് ഇച്ചിരി അടിക്കാൻ തേങ്ങ അരച്ച അയിലക്കറി, മുളകിട്ട അയിലക്കറി, വറുത്ത അയില, തോരൻ, അച്ചാർ. എന്താ അച്ചാറാണിത്? മാങ്ങ അച്ചാറ്. KCR നാടൻ അച്ചാർ. നല്ല ടേസ്റ്റാ. സോ ഗൗരിയുടെ മീൻ കറി മുളകിട്ടതുണ്ട്. ആദ്യം ഞാൻ പച്ച അരച്ചല്ലേ അത്? തേങ്ങ അരച്ചത് പച്ച അരച്ചത്. കൊള്ളിയേലേ തോരൻ. തോരൻ ടു യമ്മി. ദിസ് ഈസ് മീൻ വറുത്തത്. അച്ചാറ് എടുത്ത് നോക്ക. അച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ട്, മധുരായിട്ട്. മുളകിട്ടത് ഞാൻ നോക്കട്ടെ. മുളകിട്ടത് എനിക്ക് അത്രയ്ക്ക് വലിയ പിടുത്തില്ല. പുളി എനിക്ക് പറ്റില്ല, എരിവ്. പുളിയും എരിവും കൂട്ടാം. മൊത്തത്തിൽ അടിപൊളി. I love കൊയിലാണ്ടി.
ഭയങ്കര ഇഷ്ടമായി ഗൗരിയുടെ വീടും പരിസരമൊക്കെ. ഭയങ്കര കാമായിട്ടുള്ള ഒരു ഏരിയ ആണ്. പ്ലസ് ഇവിടെ ഭയങ്കര തണുപ്പാണ് ഗൈസ്. കാലത്തൊക്കെ ഞാൻ കാര്യം കഷ്ടപ്പെടായിരുന്നു എണീക്കാൻ വേണ്ടിട്ട്. ഇപ്പോഴും ഈ വെയിലൊക്കെ ഞാൻ കൊള്ളണത് അത്രയും തണുപ്പായോണ്ടാണ്. ഇല്ലെങ്കിൽ എന്നെ ഒരാളും വെയിലത്ത് കാണില്ല. ഭയങ്കര ഈ വെയിലടിക്കുമ്പോ എന്ത് സുഖാന്നറിയോ ഈ തണുപ്പത്ത്. നല്ല നല്ല ഗ്രാമീണ ഭംഗി. വീടായാലും നല്ല രസമുണ്ട്. ശാന്തമായിട്ടുള്ള സ്ഥലം കണ്ടോ, പാടം അങ്ങനെ നെല്ല ശാന്തത. നമ്മള് ശ്രീപൂനെ കൂട്ടിക്കൊണ്ടുവരാൻ പോവാണ്. അവൻ എന്തോ കൈക്ക് ചെറുതായിട്ട് എന്തോ ക്ലാസ്സിൽ കളിക്കുമ്പോ എന്തോ പരിക്ക് പറ്റിയെന്ന് പറയുന്നുണ്ട്. ഫോട്ടോ ഒക്കെ അയച്ചു തന്നത് നമുക്ക്. കുട്ടി സങ്കടത്തിലാവും. കുട്ടിക്ക് ഇത്തിരി മതി എന്നാണ് പറയുന്നത്. ശ്രീപു അങ്ങനെ പെട്ടെന്ന് അധികം അങ്ങനെ മിണ്ടൊന്നുമില്ല. പക്ഷെ കിട്ടിക്കഴിഞ്ഞ പിന്നെ കുത്ത് ഇന്നലെ എന്നെ കത്തിച്ചില്ല നല്ല എണ്ണക്കുപ്പിയും വെക്കണ ചരാതും ചരാതല്ലല്ലോ തീപ്പെട്ടി ഒക്കെ കൊണ്ടുവന്ന് എന്റെ മേത്തിട്ട് കുറച്ചുകൂടെ കത്തിച്ചത്. ഹരിനെ ഹരിന്ന് പറയുന്നത് എന്നെ കോപ്പു എന്നാണ് വിളിക്കുക. അങ്ങനെ ഇതാണ് റോഡ്, ദിസ് മെയിൻ റോഡ്. സോറി ഇതിന് ശേഷമുള്ള ഒന്നും റെക്കോർഡ് വന്നു. ആയില്ല.